ആരോഗ്യ ഗവേഷണ വിഭാഗവും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും ഈ മേഖലയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയായവർക്കുള്ള വൈദ്യപരിശോധനയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ലൈംഗികാതിക്രമത്തിന് ഇരയായവരെ സമീപിക്കുന്നത് തികച്ചും മുൻവിധികളോടെയാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിമിനൽ കുറ്റ നിയമപ്രകാരം ബലാത്സംഗം തെളിയിക്കാൻ 2 ഫിംഗർ ടെസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ലെങ്കിലും എല്ലാ കേസുകളിലും ഈ പ്രാകൃത സമ്പ്രദായം തുടരുകയായിരുന്നു പതിവ്. അപരിഷ്കൃതവും അതുപോലെ തന്നെ ഒരു തരത്തിലും തെളിവ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായാൽ പോലും യുക്തിഭദ്രമല്ലാത്തൊരു കാര്യമാണ്. ഒരു മുൻകാല ലൈംഗിക ജീവിതം ഒരു തരത്തിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമാകരുത്. ഈ മാർഗനിർദ്ദേശം വളരെ കാലമായിട്ട് സ്ത്രീ വിമോചന പ്രവർത്തകരും അതുപോലെ തന്നെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന നിയമവിദഗ്ധരുടെയും ആവശ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായവരുടെ രാസവൈദ്യ പരിശോധനകൾ നടത്താൻ പ്രത്യേക മുറി തയ്യാറാക്കണമെന്ന് ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. നേരത്തെയുള്ള നിയമമനുസരിച്ച് കേസെടുത്തിട്ടുള്ള പോലീസ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് ആശുപത്രികൾക്ക് വൈദ്യപരിശോധന നടത്തേണ്ടി വരിക. പുതിയ നിയമപ്രകാരം ഇരകൾക്കും വൈദ്യപരിശോധനയ്ക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഡൽഹി പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിക്രൂരമായ പീഡനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരകളുടെ വൈദ്യപരിശോധനയും വിവാദമായപ്പോൾ ഡൽഹി സർക്കാർ ഈ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിത് രാജ്യത്താകമാനം നടപ്പാക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മീഡിയ 1, ഡൽഹി.